Hello everyone, welcome to lecture 7 of your second semester core paper Calculus of Single Variable 1. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കമ്പൈനിങ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ ആയിരുന്നു. അതിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഓൾറെഡി കവർ ചെയ്തത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഓൺ ഫംഗ്ഷൻസ് ഇൻ കോമ്പോസിഷൻസ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി ഗ്രാഫ്സ് ഓഫ് ട്രാൻസ്ഫോം ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കാൻ പോകണം. ഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതുണ്ടാവും ഇപ്പോൾ വീണ്ടും നമ്മൾ ഇനി ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഗ്രാഫ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളാണോ പഠിക്കുക എന്നുള്ളത്. അതൊന്നും അല്ല കേട്ടോ. നമുക്ക് ഓൾറെഡി ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് എന്ന് കരുതുക. ഐ മീൻ ഒരു ഗ്രാഫ് അറിയാവുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയാൽ, ഇപ്പം ഇത് മൈനസ് എഫ് ഓഫ് എക്സ് ആയാൽ, അല്ലെങ്കിൽ 2 ടൈംസ് എഫ് ഓഫ് എക്സ് ആയാൽ, അല്ലെങ്കിൽ എഫ് ഓഫ് 2x ആയാൽ, ഈ കേസിലൊക്കെ ഗ്രാഫിന് എന്താ ചേഞ്ച് വരിക? അപ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന നോൺ ആയിട്ടുള്ള ഗ്രാഫ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഗ്രാഫ് ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ കഴിയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോണേ. ട്രാൻസ്ഫോംഡ് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫിനെ കുറിച്ച്. ഓക്കെ, ഓൾറെഡി കയ്യിലുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് വേറൊരു ഫംഗ്ഷനാക്കി മാറ്റിയിട്ട് അതിൻ്റെ ഗ്രാഫും ഇതിൻ്റെ ഗ്രാഫും തമ്മിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് പറയാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോണേ കേട്ടോ. സോ ലെറ്റ്സ് സീ. ഓക്കെ, graphs of transform functions. Sometimes it is possible to obtain the graph of relatively complicated function by transforming the graph of a simpler but related function. We will describe some of the transformations here. ഈ 5 ട്രാൻസ്ഫോർമേഷൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഒന്ന് വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ, വെർട്ടിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ്, ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് ആൻഡ് റിഫ്ലക്റ്റിംഗ്. ഇത്രയും കേസസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് കേട്ടോ. ഇതിൽ ഇപ്പം ഈ വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷനൊക്കെ റിലേറ്റഡ് ആണ്. അത് രണ്ടും നമുക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ കഴിയും. അതേപോലെ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് റിലേറ്റഡ് ആണ്, അതും നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. ആൻഡ് റിഫ്ലക്റ്റിംഗ് വേറൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്, അതും നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട്. ഓക്കെ, നമുക്കിപ്പോൾ സപ്പോസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതാം. ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ അറിയാം. ഇപ്പോൾ സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്ന് കരുതാം. പരാബോള ഇല്ലേ, നമ്മുടെ പരാബോള. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ നമ്മളിങ്ങനെ വരയ്ക്കും അല്ലേ. ഇതിൻ്റെ വേർട്ടെക്സ് ഇവിടെ ആയിട്ടോ വരിക, ഞാൻ വരച്ചത് ഇത്തിരി അങ്ങോട്ട് നീങ്ങിപ്പോയതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഞാൻ വരച്ചു. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എനിക്ക് തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഗ്രാഫ് എനിക്ക് അറിയാം. ഇനി നമ്മളോട് പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം എക്സ് സ്ക്വയർ പ്ലസ് 2ൻ്റെ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഓർ എക്സ് സ്ക്വയർ മൈനസ് 1ൻ്റെ ഇതിൻ്റെയൊക്കെ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതെന്ന് കരുതാം. അപ്പോൾ നമുക്ക് ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ ആക്ച്വലി എനിക്ക് എക്സ് സ്ക്വയർ മൈനസ് 1ഉം എക്സ് സ്ക്വയർ പ്ലസ് 1ഒക്കെ കിട്ടും. അപ്പോൾ ആ ചേഞ്ച് എങ്ങനെയാണെന്നുള്ളത് പറയുന്നതാണ് വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ. ഈ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഗ്രാഫ് അറിയാവുന്ന ഒരു ഫംഗ്ഷൻ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റിനെ ആഡ് ചെയ്യോ സബ്ട്രാക്റ്റ് ചെയ്യോ ചെയ്താൽ നമുക്ക് വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻസ് യൂസ് ചെയ്തിട്ട് ഈ ഗ്രാഫിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഐ മീൻ ഗ്രാഫിനെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിയും. ഇപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ്, ഇപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് 1 വരുമ്പോൾ അവിടെ നോക്കിയേ, എഫ് ഓഫ് എക്സ് പ്ലസ് സി വരുമ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് വരിക എന്നുള്ളത് അവർ പറയുന്നുണ്ട്. ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ജി ഡിഫൈൻഡ് ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി where c is a positive constant. അത് ശ്രദ്ധിക്കുക, പോസിറ്റീവ് കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് ഇപ്പോൾ മൈനസ് ഓഫ് മൈനസ് 1 എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അത് പ്ലസ് 1 എന്നാണ്. ഓക്കെ, അപ്പം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷമുള്ള വാല്യൂസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 അല്ലെങ്കിൽ ഇപ്പം എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. പ്ലസ് സി വരുമ്പോൾ എന്താ വരിക എന്നുള്ളത്. Then the graph is obtained from the graph of f by shifting the latter vertically upward by c units. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ നമ്മുടെ കയ്യിലുണ്ട്. എനിക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 വരയ്ക്കണം. ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റിനെ ഞാൻ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഗ്രാഫ് ഈ 1 ഉണ്ടല്ലോ, ഈ 1 യൂണിറ്റ്സ് ഈ ഗ്രാഫിനെ മേലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇതുണ്ട്, ഇവിടെയാണ് 1 എന്നുണ്ടെങ്കിൽ ആ 1 വേർട്ടെക്സ് ആയി വരുന്ന പോലെയായിരിക്കും നമ്മുടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഗ്രാഫ് വരുന്നുണ്ടാവുക. അതായത് ഇതിനെ ജസ്റ്റ് വേർട്ടിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലേക്ക് അല്ലെങ്കിൽ താഴേക്ക് അല്ലേ, ഈ ഒരു വൈ ആക്സിസിലൂടെ എന്നുള്ള സെൻസിൽ വേർട്ടിക്കലി അപ്വേർഡ് മൂവ് ചെയ്താൽ മതി. 1 യൂണിറ്റ് മേലേക്ക് മൂവ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഗ്രാഫ് എനിക്ക് കിട്ടും. അതേപോലെ തന്നെ എക്സ് സ്ക്വയർ മൈനസ് 1, ഇപ്പോൾ ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് ഞാൻ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, ആ കേസാണ് ഇവിടെ പറയുന്നത്. എഫ് ഓഫ് എക്സ് മൈനസ് സി ചെയ്യുമ്പോൾ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു യൂണിറ്റ് താഴേക്ക് ഷിഫ്റ്റ് ആവുകയുള്ളൂ. അതായത് ഈ -1 വേർട്ടെക്സ് ആയി വരുന്ന പോലെ ഗ്രാഫ് പോകും.
ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് വേർട്ടിക്കൽ ട്രാൻസ്ലേഷൻ പറയുന്നത്. വേറെ ഒന്നുമില്ല, നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് സി യൂണിറ്റ്സ് മേലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കാൻ കഴിയും എന്നുള്ള പോലെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ് സ്ക്വയറിൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിനെ സി യൂണിറ്റ്സ് മേലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഇനി എഫ് ഓഫ് എക്സ് മൈനസ് സി ആണ് ചെയ്യുന്നതെങ്കിൽ സി യൂണിറ്റ്സ് അതിനെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതിയാവും. ജസ്റ്റ് മേലേക്ക് എടുത്ത് വയ്ക്കുക, താഴേക്ക് എടുത്ത് വയ്ക്കുക, ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ വെർട്ടിക്കൽ ട്രാൻസ്ലേഷനിൽ. അപ്പോൾ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ, ഓർത്തിരിക്കുക. ഹൊറിസോണ്ടലും ബാക്കിയെല്ലാം ഇങ്ങനെ സിമിലർ ആണ്, സോ അത് മാറിപ്പോകരുത് കേട്ടോ. ഇനി ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷനാണ്. ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ നേരത്തെ കേസിൽ വേർട്ടിക്കലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫംഗ്ഷൻ്റെ കൂടെ ഞാനൊരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് സബ്ട്രാക്ട് ചെയ്യുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്തുള്ള വേരിയബിൾ ഇല്ലേ, ആ വേരിയബിളിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുക. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് സി അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് സി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻസ് ആണ് നമുക്ക് കിട്ടുക. ആ കാര്യമാണ് ഇവിടെ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫിൻ്റെ കാര്യം പറഞ്ഞു. എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് എങ്ങനെയുണ്ടായിരുന്നു? ഇത് വേർട്ടെക്സിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഗ്രാഫ്, വേർട്ടെക്സിലെ ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഗ്രാഫാണ്. പക്ഷെ എനിക്ക് അവർ പ്ലോട്ട് ചെയ്യാൻ തന്നത് എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ വരയ്ക്കാനാണ്. എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫംഗ്ഷൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്തതല്ല, വേരിയബിളിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോൾ സ്ക്വയർ എടുക്കുന്നതാണ്, വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഈ എക്സിൻ്റെ കൂടെ ഒരു 1 കൂട്ടിയിട്ട് അവർ ഹോൾ സ്ക്വയർ എഴുതിയിട്ടുണ്ട്. ഇങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻസ് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ വേർട്ടിക്കലാവുമ്പോൾ ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്താൽ മേലോട്ട് മൂവ് ചെയ്യും, അതായത് പോസിറ്റീവ് വൈ ആക്സിസിലേക്ക് മൂവ് ചെയ്യും. ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് സബ്ട്രാക്ട് ചെയ്താൽ നെഗറ്റീവ് വൈ ആക്സിസിലേക്ക് മൂവ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് പ്ലസ് സി എടുത്തു. ഈ സി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി, അതായത് സി ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി കിട്ടുക ഈ ഫംഗ്ഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന പോലെയാണ്, അതായത് നെഗറ്റീവ് എക്സ് ആക്സിസിലേക്ക് മൂവ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ആൻഡ് എഫ് ഓഫ് എക്സ് മൈനസ് സി ആണെന്നുണ്ടെങ്കിൽ, ഈ സീനെ ഞാൻ സബ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിസിലേക്ക് മൂവ് ചെയ്യുന്ന പോലെ എനിക്ക് കിട്ടുക. സി യൂണിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുത്തു, എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആണ്, പ്ലസ് 1 ആകുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുക. അതായത് -1 എന്ന് പറയുന്ന പോയിന്റ് വേർട്ടെക്സ് വരുന്ന പോലെ ആയിരിക്കും ഈ ഗ്രാഫ് പോകുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ എക്സ് -1 ഹോൾ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും, അതായത് പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് ഇവിടെ വേർട്ടെക്സ് ആയി വരുന്ന പോലെ ഗ്രാഫ് ഷിഫ്റ്റ് ആവും. അപ്പം ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നത് വേരിയബിളിൻ്റെ കൂടെ കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. ഹോൾ ഫംഗ്ഷൻ്റെ കൂടെയാണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വേർട്ടിക്കൽ മൂവ്മെൻറ്റാണ് വരിക. വൈ ആക്സിസിലാണ് ഇത്, മേലേക്കും താഴേക്കുമാണ് മൂവ് ചെയ്യുക. പക്ഷേ വേരിയബിളിൻ്റെ കൂടെ ആകുമ്പോൾ അത് ഹൊറിസോണ്ടലി എക്സ് ആക്സിസിലാണ് മൂവ്മെൻറ്റ് വരിക. അതും പ്ലസ് സി ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് നമ്മൾ ആഡാ ചെയ്യുന്നത് വെച്ചാൽ നെഗറ്റീവ് എക്സ് ആക്സിസിലേക്കാണ് മൂവ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുമ്പം പോസിറ്റീവ് എക്സ് ആക്സിസിലേക്ക്. അത് തിരിഞ്ഞു പോകരുത് കേട്ടോ. സോ അത്തരത്തിൽ നമുക്ക് വരയ്ക്കാൻ കഴിയും. ഇനി അതിൻ്റെ ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ടൊരു ടേബിളിലായിട്ട് അവർ കാര്യങ്ങൾ കൊടുത്തതാണ്. സി യൂണിറ്റ്സ് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഈ 2 കേസസ്, വേർട്ടിക്കലും ഹൊറിസോണ്ടലിൻ്റെയും 2 കേസസിൻ്റെ ട്രാൻസ്ലേഷൻസിൻ്റെ ഒരു സമ്മറി പോലെ ഈ ടേബിൾ കൊടുത്തതാണ് കേട്ടോ. ഇത് ഈ ഗ്രാഫ് നോക്കിയേ, ഇപ്പം വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് നമ്മൾ സി യൂണിറ്റ്സ് ഇപ്പുറത്തേക്ക് മൂവ് ചെയ്തിട്ടാണ് വരയ്ക്കുക. ഇതേ സംഭവം എക്സ് പ്ലസ് സി ആവുമ്പം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും, ആൻഡ് എക്സ് മൈനസ് സി ആവുമ്പം റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ ഇവിടെ കൊടുത്തതാണ് കേട്ടോ. ഇനി അടുത്ത പഠിക്കാനുള്ളത് വേർട്ടിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് ആണ്. സ്ട്രെച്ചിങ് കംപ്രസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. വേർട്ടിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് കരുതുക. ഒരാളുടെ അപ്പോൾ അയാളുടെ കാല് ഫിക്സ്ഡ് ആണ്, പക്ഷേ അയാളുടെ തല ഞാൻ പിടിച്ചിട്ട് മേലേക്ക് വലിക്കുകയാണെന്ന് കരുതുക. മേലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഇലോങ്കേറ്റഡ് ആവില്ലേ? അതേപോലെ തന്നെയാണ് വേർട്ടിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. വേർട്ടിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ആൾ നിൽക്കുന്ന ബേസ് അവിടെ തന്നെയായിരിക്കും, പക്ഷേ ആളെ മേലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് നീണ്ടു പോകും. ഇതിപ്പോൾ ഒരാളെ വലിക്കാൻ പറ്റില്ല,
പക്ഷേ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അതിനെ വെർട്ടിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറയും. വെർട്ടിക്കൽ കംപ്രസിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ആളെ ബേസ് ഫിക്സ്ഡ് ആണ്, പക്ഷെ ഞാൻ ആളെ മേലെ നിന്ന് പ്രഷറൈസ് ചെയ്യാണ്. പ്രഷറൈസ് ചെയ്യുമ്പോൾ ആളവിടെ ചെറുതായി പോകും അല്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് എപ്പോഴൊക്കെയാണ് ആ കംപ്രഷനും സ്ട്രെച്ചിങ്ങും യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ട്രാൻസ്ലേഷനും ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷനും പറഞ്ഞു. അതായത് മൂവ് ചെയ്യുന്നത് വെർട്ടിക്കൽ ആക്സിസിൽ മൂവ് ചെയ്യുന്നതും ഹൊറിസോണ്ടൽ ആക്സിസിൽ മൂവ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇനി സ്ട്രെച്ചിങ് അതൊക്കെ നമ്മൾ പറഞ്ഞത് ഒരു ഫംഗ്ഷൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വേരിയബിളിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റിനെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ള കേസായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ അഡീഷനും സബ്ട്രാക്ഷനുമാണ് ഓപ്പറേഷൻ വരുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യമാണ്. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബേസ് ഫംഗ്ഷൻ എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ ഗ്രാഫ് എനിക്ക് വരയ്ക്കാൻ അറിയാം. അതിൻ്റെ കൂടെ ഞാനൊരു കോൺസ്റ്റൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക, എങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ കഴിയുക എന്നുള്ളത് നമ്മളിവിടെ നോക്കണം കേട്ടോ. അപ്പം വെർട്ടിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ്ങിൽ ഇപ്പോൾ വെർട്ടിക്കൽ ട്രാൻസ്ലേഷനിൽ നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നായിരുന്നു. ഇവിടെ വെർട്ടിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ്ങിൽ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നുള്ള പോലെ വരും. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടലിൻ്റെ കേസിൽ നമുക്ക് നേരത്തെ എഫ് ഓഫ് എക്സ് പ്ലസ് സി വേരിയബിളിൻ്റെ കൂടെ കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുന്ന പോലെയായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ്ങിൽ വരിക വേരിയബിളിൻ്റെ കൂടെ ഈ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എഫ് ഓഫ് സി എക്സ് എന്നുള്ള ഫോമിൽ. ഓക്കെ, അപ്പോൾ അത് കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇവിടുത്തെ കേസ് നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനെ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ആകുമ്പോൾ ഉള്ള ചേഞ്ചസ് നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് കേസസാണ് ചെക്ക് ചെയ്യുക. നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളതല്ല ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണേ. പോസിറ്റീവ് വാല്യൂസിന് മാത്രമാണ് വെർട്ടിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ്, ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് വരിക. വാല്യൂ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് റിഫ്ലക്ഷൻ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം പോസിറ്റീവ് കോൺസ്റ്റൻറ്റിൻ്റെ കേസിൽ മാത്രമാണ് വെർട്ടിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് വരുന്നത്. ഈ പോസിറ്റീവ് കോൺസ്റ്റൻറ്റിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് 0 തൊട്ട് 1 വരെയുള്ള വാല്യൂ, പിന്നെ 1 തൊട്ട് അങ്ങോട്ട്, അതായത് സി ആണ് കേട്ടോ, എക്സ് അല്ല. ആൻഡ് സി ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കേസ്. 0 ലെസ് ദാൻ സി ലെസ് ദാൻ 1 ആൻഡ് സി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ രണ്ട് കേസായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. കാരണം 0 തൊട്ട് 1 വരെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെസിമൽ വാല്യൂസ് ആണ് അല്ലേ? ഡെസിമൽ വാല്യൂസ് വെച്ച് നമ്മൾ എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആ വാല്യൂ കുറഞ്ഞു വരിക ചെയ്യാൻ നമുക്കറിയാം. പക്ഷെ 1-നപ്പുറത്തേക്കുള്ള ഏത് വാല്യൂ വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്താലും വാല്യൂ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഈ ക്യാരക്ടർ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 0 തൊട്ട് 1 വരെ ഒരു ക്യാരക്ടറും ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ വേറൊരു ക്യാരക്ടറുമാണ് ഈ ഗ്രാഫൊക്കെ ഷോ ചെയ്യുക. സോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഗ്രാഫ് ഉണ്ട്, അതിനെ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് ഞാൻ എടുത്തു. സി ഗ്രേറ്റർ ദാൻ 1 ആകുന്ന കേസിൽ നമുക്ക് ഗ്രാഫ് സ്ട്രെച്ച് ആവുക ചെയ്യാം. ബൈ ഫാക്ടർ ഓഫ് സി ഈ ഗ്രാഫ് സ്ട്രെച്ച് ആവുക ചെയ്യാം. അപ്പം നോക്കിയേ, ഇതാണ് ഈ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ്. ഈ നീല കളറിൽ കാണുന്ന ഗ്രാഫാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ്. അതിനെ തന്നെ ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരച്ചു. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ 0ക്ക് 0 തന്നെയാണ് വരിക, 1ൻ്റെ ഇമേജ് 1 വരിക, 2ൻ്റെ ഇമേജ് 4 വരിക. ഇത്തരത്തിലാണ് നമ്മൾ എഴുതി പോകുന്നത് അല്ലേ? അപ്പോൾ പക്ഷേ ഞാൻ ഇപ്പം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം 2x സ്ക്വയർ എന്ന് എടുത്തു. ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. 2x സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇമേജ് എങ്ങനെയാണ് വരിക? 0ക്ക് 0 വരും. എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 തന്നെയാണ് വരിക. എഫ് ഓഫ് 1 എന്താ വരിക? 2 ഇൻറ്റു 1 സ്ക്വയർ 1 വരും അല്ലേ? അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് നേരത്തെ 1 ആയിരുന്നു, ഇനി തൊട്ടത് 2 ആണ് വരിക. അതേപോലെ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്ത് വരും? 2 ഇൻറ്റു 2 സ്ക്വയർ എന്നുള്ള പോലെയാണ് വരിക. അപ്പോൾ അതിൻ്റെയും വാല്യൂ ഇൻക്രീസ് ആവുക ചെയ്യുന്നത്, 2 ക്യൂബ് 8ലേക്ക് വരും. അപ്പോൾ ഈ ഗ്രാഫ് ഒന്നുകൂടി തിന്നായി മേലേക്ക് നീട്ടി വലിച്ച പോലെ ഉണ്ടാവും. അതിനെയാണ് വെർട്ടിക്കൽ സ്ട്രെച്ചിങ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ y ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എഫ് ഓഫ് എക്സ്, സി ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മേലിഞ്ഞ് നീണ്ട് മേലോട്ട് വരും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0ൻ്റെയും 0ൻ്റെയും 1ൻ്റെ ഇടയിൽ ലെസ് ദാൻ 1 ആയിട്ടുള്ള വാല്യൂ ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ 0ൻ്റെയും 1ൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ ആണ് സി എന്നുണ്ടെങ്കിൽ അവിടെ വരിക. ഇതൊന്ന് നമ്മൾ ഈ ഗ്രാഫിനെ അടിച്ച് പരത്തിയ പോലെ ഇത് പരന്നു പോകുക ചെയ്യുക. ഇപ്പോൾ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ y ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ട്. 1ൽ ഇതിൻ്റെ ഇമേജ് 1 ആണ്, -1ലും 1 ആണെന്നുള്ള പോലെ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ ഹാഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചൂസ് ചെയ്തു. ഹാഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചൂസ് ചെയ്യുമ്പം അതിൻ്റെ ഓരോ വാല്യൂ ഒന്ന് നോക്കിയാൽ 0ൽ 0 തന്നെയാണ് വരിക. പക്ഷേ 1ൽ ഇതിൻ്റെ ഇമേജ് എന്താ വരിക? ഹാഫ് ഇൻറ്റു
1² എന്നുള്ള പോലെ വരും, അതായത് ഹാഫ് വരും അല്ലേ. അപ്പോൾ ഒന്നുകൂടി താഴേക്കായി ഇമേജ് വരുന്നത്. അതേപോലെ ഇവിടെ -1ലും ഹാഫ് തന്നെയാണ് വരിക. സോ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ പരന്നു പോകും. ഓക്കെ, അപ്പോൾ 0 തൊട്ട് 1 വരെയുള്ള വാല്യൂ ആണ് ഞാൻ സിക്ക് കൊടുക്കുന്നതെങ്കിൽ ഗ്രാഫ് പരന്നു പോകും. സോ അതിനെയാണ് നമ്മൾ കംപ്രഷൻ എന്ന് പറയാം. അപ്പോൾ അത് കംപ്രസ്ഡ് ആയി പോകും. ആൻഡ് അതേപോലെ C > 1 ആകുമ്പം ഗ്രാഫ് സ്ട്രെച്ച്ഡ് ആവും വെർട്ടിക്കലി. ഓക്കെ, ഇത് വെർട്ടിക്കൽ കംപ്രഷൻ ആൻഡ് സ്ട്രെച്ചിങ് ആണ്. നമ്മളൊരു കോൺസ്റ്റൻറ്റ് വെച്ച് ഒരു ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വെർട്ടിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് വരിക. ഓക്കെ, ഇതൊന്നും ഇങ്ങനെ കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ x² എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ് തന്നെ നിങ്ങൾ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആക്ച്വലി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു പോസിറ്റീവ് ഒരു > 1 ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ്, ഒരു 0 തൊട്ട് 1 ഉള്ള കോൺസ്റ്റൻറ്റ് എടുത്ത് വരച്ച് നോക്കി തന്നെ കഴിഞ്ഞാൽ തന്നെ റഫായിട്ട് തന്നെ ആ ഫിഗർ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ എക്സാമ്പിൾസ് വെച്ച് ഓർത്തിരിക്കുക, അല്ലാണ്ട് കാണാപ്പാടം പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. ഇനി ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് ആണ്. ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫംഗ്ഷനെ എടുക്കുക. f(x) എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തത് c × f(x) എന്നുള്ള കേസായിരുന്നു. അവിടെ ആ വെർട്ടിക്കൽ കംപ്രഷൻ ആൻഡ് സ്ട്രെച്ചിങ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സിൻ്റെ കൂടെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ വന്നാൽ എന്ത് വരുന്നുള്ളതാണ്. അപ്പോൾ f(cx) വന്നാലുള്ള കേസ് എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാമല്ലേ. ഓക്കെ, സോ f(cx) വരുമ്പോൾ c ഒരു കോൺസ്റ്റൻറ്റ്, ഇവിടെയും നമ്മൾ ആ കോൺസ്റ്റൻറ്റിനെ 0 തൊട്ട് 1 വരെയുള്ള കേസും > 1 എന്ന് പറഞ്ഞ കേസായിട്ട് 2 കേസായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ 2 കേസിലും എന്താ വരുന്നത് എന്നുള്ളത് നോക്കാം. g = f(cx) ഉണ്ട്. c is a constant with 0 < c < 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെച്ചിങ് ആ വരിക. അപ്പോൾ നേരത്തെ കേസിൽ c > 1 വെർട്ടിക്കൽ സ്ട്രെച്ചിങ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 കേസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വെർട്ടിക്കലും ഹൊറിസോണ്ടലും നേരെ ഓപ്പോസിറ്റ് കേസസാണ് വരുന്നത്. സോ c > 1 നേരത്തെ സ്ട്രെച്ചിങ് ആയിരുന്നു. പക്ഷേ ഇവിടെ 0 തൊട്ട് 1 വരെയുള്ള c എടുക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെച്ചിങ് വരുന്നത്. ആൻഡ് ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ് വെർട്ടിക്കൽ സ്ട്രെച്ചിങ്ങും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഒരാളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ, ഈ ആളെ നമ്മൾ ഹൊറിസോണ്ടലി സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൈ ഉണ്ടല്ലോ, ഈ 2 കൈ പിടിച്ച് ഞാൻ വലിക്കുകയാണ്. 2 ഭാഗത്തേക്കും വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ട്രെച്ചായി പോവില്ലേ. ആ സ്ട്രെച്ചിങ്ങിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ് എന്ന് പറയാം. ഇനി ഹൊറിസോണ്ടൽ കംപ്രസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 2 ഭാഗത്തു നിന്നും പ്രഷർ കൊടുക്കുകയാണ്. ഇയാളുടെ 2 സൈഡിൽ നിന്ന് പ്രഷർ വരുമ്പോഴാണ് ഹൊറിസോണ്ടൽ കംപ്രസിങ് വരിക. അപ്പോൾ അതാണ് ഹൊറിസോണ്ടൽ കംപ്രസിങ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പം അങ്ങനത്തെ കംപ്രസിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 0 < c < 1 ആവുന്ന കേസിൽ ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ് ആണ് വരിക. 2 ഭാഗത്തേക്കും വലിവ് വരും. ഓക്കെ, വലിഞ്ഞിട്ടായിരിക്കും ഗ്രാഫ് ഉണ്ടാവുക c യൂണിറ്റ്സിൽ. ഇനി അതേപോലെ c അല്ല 1/c യൂണിറ്റ്സിൽ. ഇനി അതേപോലെ c > 1 ആവുന്ന കേസിൽ ഹൊറിസോണ്ടൽ കംപ്രഷൻ ആണ് വരിക. ഇത് ഗ്രാഫ് ഒന്നുകൂടി പ്രിസൈസ് ആയിട്ട് ചെറുതായി പോകുകയോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഇനി നമുക്ക് പറയാനുള്ളത് ഒരേ ഒരു കേസാണ്, അത് റിഫ്ലക്ഷൻ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ്റെ കേസിൽ, അതായത് ഒരു കോൺസ്റ്റൻറ്റിനെ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ള കേസിൽ നമ്മൾ 2 കേസും പറഞ്ഞതാണ്. ഒരു ഫംഗ്ഷൻ്റെ കൂടെ കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ വേരിയബിളിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ള കേസ് പറഞ്ഞു. പക്ഷേ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിളിൻ്റെ കേസിൽ നമ്മൾ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് കേസ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക ചെയ്തത്, 0 < c < 1 ആൻഡ് c > 1. ഇവിടെ ഒന്നും നെഗറ്റീവ് കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ അകത്ത് ഇതേപോലെ f(cx) എന്ന് നമ്മൾ എടുക്കുമ്പോഴും ഈ c നെഗറ്റീവ് ആയുള്ള കേസ് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് രണ്ടും വരുന്നത് റിഫ്ലക്ഷനിലാണ്. ഒന്ന് x ആക്സിസിൽ റിഫ്ലക്റ്റ് ആവും, ഒന്ന് y ആക്സിസിൽ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ ആ കേസ് ഇവിടെ പറയാണ് കേട്ടോ. ഇപ്പോൾ g(x) എന്ന് പറയുന്നത് -f(x) എന്നുള്ള കേസാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ g(x) = -f(x) ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ c എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തതിനെ -1 ആയിട്ട് എടുത്തതാണ്. -f(x) ആകുമ്പോൾ ഗ്രാഫ് എന്ന് പറയുന്നത് x ആക്സിസിൽ റിഫ്ലക്ഷൻ സംഭവിക്കുക ചെയ്യുക, അതായത് മിറർ ഇമേജ് വരും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് y = f(x) ആണ്. ഇതാണ് y = -f(x)ൻ്റെ ഗ്രാഫ്. ഈ ഒരു ബ്ലൂ ഗ്രാഫിന് അങ്ങനെ തന്നെ മിറർ ഇമേജ് ആണ് ഇവിടെ താഴെ വരുന്നത്. അപ്പോൾ നമ്മളൊരു നെഗറ്റീവ് കോൺസ്റ്റൻറ്റ് വെച്ചിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നതെങ്കിൽ ഇത്തരത്തിലാണ് നമുക്ക് ഗ്രാഫ് കിട്ടുക. ട്രാൻസ്ഫോർമേഷൻ വരുന്നത് മിറർ ഇമേജിംഗ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു x ആക്സിസ്. സോ ഫംഗ്ഷൻ്റെ നെഗറ്റീവാണ് എടുക്കുന്നതെങ്കിൽ x ആക്സിസിൽ മിറർ ഇമേജ് കിട്ടും. ഇനി വേരിയബിളിൻ്റെ നെഗറ്റീവാണ് എടുക്കുന്നതെങ്കിൽ, അതായത് g(x) = f(-x) എന്ന് എടുക്കുകയാണെങ്കിൽ y ആക്സിസിലായിരിക്കും നമുക്ക് മിറർ ഇമേജ് കിട്ടുക. ഓക്കെ, അപ്പോൾ y ആക്സിസിലാണ് ഇവിടെ
മിററിങ് സംഭവിക്കുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഈ 5 കേസസ് ആണ് നമുക്കിവിടെ പഠിക്കാനുണ്ടായിരുന്നത്. ഇനി അത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. So first question, by translating the graph y is equal to x square, sketch the graphs of y is equal to x square plus 2, x square minus 2, x plus 2 the whole square and x minus 2 the whole square. നമുക്കറിയാവുന്ന കാര്യമാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരാബോള അല്ലേ. 0 0 എന്ന് പറഞ്ഞ പോയിന്റ് വേർട്ടെക്സ് ആയിട്ട് വരുന്ന നമ്മുടെ പരാബോള. ഇനി അതിൽ തന്നെ നമ്മളോട് ഗ്രാഫ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് 2ൻ്റെ കാര്യമാണ്. നമുക്കറിയാം പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ആണ്. ഈ എഫ് ഓഫ് എക്സിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേർട്ടിക്കൽ ട്രാൻസ്ലേഷൻ ആണ് വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേർട്ടിക്കൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പം ഇത് ജസ്റ്റ് 2 യൂണിറ്റ്സ്, സി യൂണിറ്റ്സ് മേലേക്ക് നീങ്ങുന്നല്ലേ, 2 യൂണിറ്റ്സ് മേലേക്ക് നീങ്ങും. സോ C2 എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും ഈ ഗ്രാഫിൻ്റെ വേർട്ടെക്സ് വരിക. അത് കറക്റ്റ് 2-ലല്ല വരച്ചത്. 2 എന്ന് പറഞ്ഞ പോയിന്റിൽ വേർട്ടെക്സ് ആയിട്ട് വരുന്ന പോലെ ഈ ഗ്രാഫ് ഒന്ന് മേലേക്ക് ഷിഫ്റ്റ് ആവുകയുള്ളൂ. ഇനി അതേപോലെ എക്സ് സ്ക്വയർ മൈനസ് 2 ആണെങ്കിൽ 2 യൂണിറ്റ്സ് വേർട്ടിക്കലി താഴേക്ക് മൂവ് ചെയ്യുകയേ ചെയ്യുള്ളൂ. സോ ഗ്രാഫ് ഇങ്ങനെ പോകുന്നുള്ളത് നമുക്ക് പറയാം. അതേപോലെ എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയറിൻ്റെ കേസാണ് പറയുന്നത്. എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വേരിയബിളിൻ്റെ കൂടെയാണ് കോൺസ്റ്റൻറ്റ് കയറി വന്നിട്ടുള്ളത് അല്ലേ. അപ്പം എഫ് ഓഫ് എക്സ് പ്ലസ് സിയുടെ കേസാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലസ് സി ആണെന്നുണ്ടെങ്കിൽ അത് ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് എക്സ് ആക്സിസിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 യൂണിറ്റ്സ് ആണ് മൂവ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നെഗറ്റീവ് എക്സ് ആക്സിസിലേക്ക് 2 യൂണിറ്റ്സ് ഈ ഗ്രാഫ് ജസ്റ്റ് ഷിഫ്റ്റായി ഇരിക്കുകയുള്ളൂ അല്ലേ. നെഗറ്റീവ് എക്സ് ആക്സിസിലേക്ക് മൂവ് ചെയ്തിരുന്നു. എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ ആകുമ്പം പോസിറ്റീവ് 2-ലായിരിക്കും ഇതിൻ്റെ ബേസ് വരിക. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ്സ് വരയ്ക്കുക കേട്ടോ. ഇതൊക്കെ ഓരോന്നും സെപ്പറേറ്റ് ഗ്രാഫിൽ വരയ്ക്കണേ. അതിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6നെ ആക്ച്വലി കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഇതിനെ നമുക്ക് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും. എങ്ങനെയായിരുന്നു നമ്മളിത് യൂസ് ചെയ്തിരുന്നത്? ഇപ്പം ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതുക. ഐ മീൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെന്ന് കരുതുക. ഈ സംഭവത്തിനെ നമുക്ക് ഈ ബിയുടെ ഹാഫ് എടുത്തിട്ട് നമുക്കിതിനെ എന്താ പറയുക കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് -4 ആണ്. സോ അതിന് പകരം എക്സ് മൈനസ് 4ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് -4/2 2 ആണ്. എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് ഞാൻ എഴുതുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി സബ്ട്രാക്ട് ചെയ്യാനുണ്ട് കേട്ടോ, പറഞ്ഞുതരാം. അപ്പോൾ എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയറിൻ്റെ ആക്ച്വൽ എക്സ്പാൻഷൻ എന്താ? എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് എന്നുള്ള വരും. അതായത് -4x പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ +4 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്പാൻഷൻ. ഞാൻ ഈ ഒരു ടേമിനെ ഇതിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 4x എന്ന് പറഞ്ഞ ഈ ഫസ്റ്റ് 2 ടേമിനെ മാത്രമാണ് ഞാനിപ്പോൾ എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതിയിട്ടുള്ളത്. അപ്പം ആക്ച്വലി ഇതിൻ്റെ എക്സ്പാൻഷനിൽ ഇങ്ങനൊരു +4 എന്ന് പറഞ്ഞ ടേമും കൂടി ഉണ്ട്. അത് ശരിക്കും ഈ ഇക്വേഷനിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ ബാക്കിയുള്ള ആൾ +6 ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് ax പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ ചെയ്യുമ്പം എക്സ് പ്ലസ് a/2 ദി ഹോൾ സ്ക്വയർ മൈനസ് a/2 ദി ഹോൾ സ്ക്വയർ എന്നുള്ള പോലെ എടുക്കും. -a/2 ദി ഹോൾ സ്ക്വയർ പ്ലസ് ബി എന്നുള്ള പോലെയാണ് നമ്മൾ എഴുതുക ഏതൊരു ഇക്വേഷൻ കിട്ടിയാലും. ഓക്കെ, അപ്പോൾ അതിനെ ഇവിടെ കോഎഫിഷ്യൻറ്റ് 1 ആക്കുക. എന്നിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ കേട്ടോ. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കിയിട്ട് ബാക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് നമുക്കിതിനെ മാറ്റി എഴുതാൻ കഴിയും. അപ്പം നമുക്കിവിടെ കിട്ടും എന്താ? ഇപ്പം നമുക്കിവിടെ കിട്ടിയത് എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ -4 + 6 എന്നുള്ള പോലെയാണ് വാല്യൂ കിട്ടിയത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ -4 + 6 എന്ന് പറഞ്ഞാൽ +2 എന്നുള്ള പോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിനെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു, വേറെ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഇത് തന്നെയാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇത് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ +2 എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഗ്രാഫ് ചെയ്യാൻ അറിയാം. കാരണം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്കറിയാം 0 0 എന്ന് പറഞ്ഞ ഒറിജിനിൽ പോകുന്ന
പരാബോളയാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് ടു ദി ഹോൾ സ്ക്വയർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചില്ലേ, വേരിയബിളിൻ്റെ കൂടെയാണ് -2 കയറി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങോട്ടാണ് ട്രാൻസ്ലേഷൻ വരിക? ട്രാൻസ്ലേഷൻ ഇത് റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുക, കാരണം -2 ആണ് വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് 2 യൂണിറ്റ്സ് മൂവ് ചെയ്തിരിക്കും. സോ എക്സ് മൈനസ് ടു ദി ഹോൾ സ്ക്വയറിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക, അത് നമുക്ക് പറയാം. ഇനി അതിൻ്റെ കൂടെ ഒരു +2 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് കിട്ടി. ഇനി ഇതിൻ്റെ കൂടെ +2, അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്, ഈ എക്സ് മൈനസ് ടു ദി ഹോൾ സ്ക്വയർ. അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചു. അതിൻ്റെ കൂടെ +2, എഫ് ഓഫ് എക്സ് +2 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ ആണ് എന്നല്ലേ. ഫംഗ്ഷൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ്, പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുമ്പം ഇത് മേലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ മേലോട്ട് 2 യൂണിറ്റ്സ് മൂവ് ചെയ്യും. സോ ഈ ഒരു 2 എന്ന് പറഞ്ഞ പോയിന്റിൽ വേർട്ടെക്സ് വരുന്ന പോലെ നമുക്കിതിൻ്റെ ഗ്രാഫ് കിട്ടും. സോ ഇത്തരത്തിൽ നമുക്ക് അറിയാവുന്ന ഗ്രാഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് കോംപ്ലക്സ് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫും വരയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, വായിച്ചു നോക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബൈ സ്ട്രെച്ചിങ് ഓർ കംപ്രസിംഗ് ദ ഗ്രാഫ് ഓഫ് y is equal to sin x, sketch the graphs of 2 sin x, half sin x, sin 2x, y is equal to sin x by 2. ഇവിടെ നമുക്ക് സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിംഗ് ആണ് വരിക എന്നുള്ളത് ക്ലിയർ ആണ്, കാരണം പ്രൊഡക്റ്റ് ആണ് വരുന്നത്. നമ്മൾ കോൺസ്റ്റൻറ്റിനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒന്നും അല്ല ചെയ്യണേ. y equal to sin x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ബേസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫംഗ്ഷൻ്റെ കൂടെ 2 വാല്യൂസിൻ്റെ മൾട്ടിപ്പിൾ വരുന്നതും വേരിയബിളിൻ്റെ കൂടെ വരുന്ന മൾട്ടിപ്പിളിൻ്റെ കേസും. അപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ്ങും വെർട്ടിക്കൽ സ്ട്രെച്ചിങ്ങിൻ്റെ കാര്യവും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, y is equal to 2 sin x ആണ് വരുന്നത്. 2 sin x എന്ന് പറഞ്ഞാൽ c greater than 1 കേസാണ്. c greater than 1 കേസിൽ c ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വെർട്ടിക്കലി സ്ട്രെച്ച് ആവുക ചെയ്യാൻ നമുക്കറിയാം. ഇനി സൈൻ എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം sin 0 0 ആണ്, sin π 0 ആണ്. ഇതിങ്ങനെ പോകുക ചെയ്യാം, π/2 π 0, ആൻഡ് ഇത് ഇങ്ങോട്ടും ഇങ്ങനെ തന്നെ പോകുക ചെയ്യാം. വേവ് ആണ് ഗ്രാഫ് വരിക. ഇവിടെ 1 തൊട്ട് -1 വരെ ഇതിൻ്റെ ക്രെസ്റ്റും ട്രഫും ഇങ്ങനെയാണ് വരിക. ഇത്തരത്തിലൊരു വേവ് ഫംഗ്ഷനാണ് നമുക്ക് കിട്ടുക. അതിനെ തന്നെ 2 × sin x എന്ന് പറയുമ്പം അത് എന്താ ചെയ്യുന്നത്? വെർട്ടിക്കലി സ്ട്രെച്ച് ആവുക ചെയ്യുന്നത്. വെർട്ടിക്കലി സ്ട്രെച്ച് ആകുമ്പോൾ ഇവിടെ ജസ്റ്റ് 2 വാല്യൂസ് പ്ലോട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇപ്പം sin 0, ഇപ്പോൾ ഇവിടെ ഞാൻ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ അതിനെനിക്ക് മാപ്പ് ചെയ്ത് കിട്ടുക 0ലേക്ക് തന്നെയാണ്, കാരണം 2 × sin 0 എന്ന് വരും. എക്സിന് ഞാൻ π/2 കൊടുക്കുകയാണെന്ന് കരുതുക. എക്സിന് π/2 കൊടുക്കുമ്പോൾ sin π/2 1 ആണ്. സോ 2 × 1 2 വരും. അപ്പോൾ ഇവിടെ നോക്കിയേ, π/2 ഇതിൻ്റെ വാല്യൂ 2 ആണ് വരുന്നത്, 1 അല്ല. അപ്പോൾ 0ൽ 0 വരും, π/2 ഇത് 2 എന്ന് പറഞ്ഞ പോയിൻ്റ് ആയിരിക്കും കിട്ടുക, വാല്യൂ കിട്ടുക. ഇനി അടുത്തത് ഞാൻ പൈ വാല്യൂ ചെക്ക് ചെയ്തു. പൈയിലെ വാല്യൂ വരുമ്പോൾ sin π 0 ആണ്. അപ്പോൾ ഇത് വീണ്ടും 0ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇറങ്ങി 0ലേക്ക് വരും. ജസ്റ്റ് ഈ ഗ്രാഫ് അങ്ങനെ തന്നെ, ബേസ് അങ്ങനെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ വാല്യൂ ജസ്റ്റ് സ്ട്രെച്ച് ആവുക ചെയ്യുന്നത്, 2 യൂണിറ്റ്സ് സ്ട്രെച്ച് ആവും. അപ്പോൾ ഇതിങ്ങനെ നീണ്ട് പോകുമെന്നുള്ള സെൻസാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി ഹാഫ് sin x ആവുമ്പം ഇതിൻ്റെ വാല്യൂ ചെറുതാവുക ചെയ്യാം. അതായത് ഇപ്പം ഞാൻ 0ൽ വാല്യൂ കൊടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു sin 0 0 തന്നെയാണ് വരിക. അതേപോലെ π/2 വാല്യൂ എടുക്കുമ്പം sin π/2 1 ആണ്. സോ ഹാഫ് ആ വാല്യൂ വരിക. അപ്പോൾ 0ൽ 0 തന്നെയാണ് വരിക. പക്ഷേ π/2 ഇതിൻ്റെ വാല്യൂ ഹാഫാണ് വരുന്നത്, നടുക്കെത്തുക. ആൻഡ് പൈ എത്തുമ്പോഴത്തേക്കും വീണ്ടും 0 ആണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് പരന്നു പോകുക ചെയ്യാം. ഇത്തരത്തിൽ പരന്ന ഗ്രാഫാണ് നമുക്ക് കിട്ടുക എന്നുള്ളതുപോലെ നമുക്ക് പറയാൻ പറ്റും. അതായത് വെർട്ടിക്കലി കംപ്രസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. കാരണം 0 തൊട്ട് 1 വരെയുള്ള വാല്യൂവിൻ്റെ ഇടയിലാണ് ഈ 1/2 എന്ന് പറഞ്ഞ വാല്യൂ കിടക്കുന്നത്. 1/2 0 ലെസ് ദാൻ 1/2 ലെസ് ദാൻ 1 ആയതുകൊണ്ട് തന്നെ ഗ്രാഫ് വെർട്ടിക്കലി കംപ്രസ്ഡ് ആവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ sin 2x കേസും sin x/2 കേസും നമുക്ക് പറയാൻ പറ്റും. അവിടെ നമുക്ക് ഹൊറിസോണ്ടൽ കംപ്രഷനും സ്ട്രെച്ചിങ്ങും ആണ് വരിക. അപ്പോൾ ഇവിടെ നോക്കുക, sin x ഗ്രാഫ് ഇതാണ്. ഇതിൻ്റെ വെർട്ടിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ്ങിൻ്റെ കാര്യം പറയുന്നത്, ഇവിടെ നമുക്ക് വരയ്ക്കാനുള്ള sin 2x ആണ്. c greater than 1 ആവുന്ന കേസിൽ നമുക്ക് ഹൊറിസോണ്ടലി
കംപ്രഷനാണ് വരിക അല്ലേ. അപ്പം ജസ്റ്റ് ഇതൊന്ന് മെലിഞ്ഞു പോകുക ചെയ്യുക. ജസ്റ്റ് 2 വാല്യൂ പ്ലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നിട്ടത് ജസ്റ്റ് പ്ലോട്ട് ചെയ്ത് വരയ്ക്കുക. കംപ്രഷനാണ് വരിക എന്നുള്ളത് ഇതിനകത്ത് നമുക്ക് ക്ലിയർ ആണ്. എന്നിട്ട് ജസ്റ്റ് അത് വരയ്ക്കുക. അതേപോലെ sin x/2 വരുമ്പോൾ അവിടെ നമുക്ക് വെർട്ടിക്കൽ സ്ട്രെച്ചിങ് ആണ് വരിക. അപ്പോൾ അത് സ്ട്രെച്ച് ചെയ്ത ഗ്രാഫ് വരയ്ക്കാം. ഈ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തത് മാത്രം ഒരു ലേശം മാറുന്നേ ഉള്ളൂ. കാരണം 0 തൊട്ട് π വരെയാണ് നേരത്തെ sin xൻ്റെ ഗ്രാഫ് ഉണ്ടായിരുന്നത്. അതിനെ ഒന്ന് വലിച്ച് 2πയിലേക്കാണ് ഇതിവിടെ മീറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ π/2ലാണ് ഇത് 0 ആകുന്നത്. കാരണം 2x എന്നുള്ള ഫോമിലാണ് ഫംഗ്ഷൻ വരുന്നത്. അതായത് ഒന്ന് കംപ്രസ്ഡ് ആയി, ഈ 2 ഭാഗത്തുനിന്നും കംപ്രഷൻ വന്നു. ഇവിടെ 2 ഭാഗത്തുനിന്നും വലിച്ചു നീട്ടുക ചെയ്തത്. അപ്പം ഒരു 1/2 യൂണിറ്റ്, ഇവിടെ 2 യൂണിറ്റ്സ് അകത്തേക്ക് വരിക ചെയ്തത്, ഇവിടെ 1/2 യൂണിറ്റ്സ് പുറത്തേക്ക് വരിക ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ റിഫ്ലക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ബൈ റിഫ്ലക്റ്റിംഗ് ദ ഗ്രാഫ് ഓഫ് y ഈസ് ഈക്വൽ ടു √x സ്കെച്ച് ദ ഗ്രാഫ്സ് ഓഫ് -√x ആൻഡ് √(-x). അപ്പോൾ നമുക്ക് y ഈക്വൽ ടു √xൻ്റെ ഗ്രാഫ് ഉണ്ട്. ഇതാണ് y ഈക്വൽ ടു √xൻ്റെ ഗ്രാഫ്. ഇനി അതിൽ നമുക്ക് വരയ്ക്കാനുള്ളത് -√xൻ്റെയും √(-x)ൻ്റെയും കേസാണ്. -√x എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു g(x) ഈസ് ഈക്വൽ ടു -f(x) ആവുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന എന്തായിരുന്നു? എക്സ് ആക്സിസിലുള്ള റിഫ്ലക്ഷൻ ആയിരുന്നു. ഇനി എക്സിനാണ് നെഗറ്റീവ്, f(-x)ൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ y ആക്സിസിൽ റിഫ്ലക്ഷൻ എന്നുള്ള പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ -f(x) എന്നുള്ള കേസിലാണ് -√x എന്നുള്ളത് വരുന്നത്. അപ്പോൾ അവിടെ എക്സ് ആക്സിസിൽ റിഫ്ലക്ഷൻ, ഈ ഒരു ഫിഗറിനെ നമ്മൾ എക്സ് ആക്സിസിൽ റിഫ്ലക്റ്റ് ചെയ്യാണ്. മിറർ, ഈ എക്സ് ആക്സിസിൽ ഒരു മിറർ വെച്ചാൽ ഇപ്പുറത്ത് കിട്ടുന്ന ഇമേജിനെയാണ് നമ്മൾ മിറർ ഇമേജ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയാം. ആ മിറർ ഇമേജ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. അതേപോലെ തന്നെ √(-x) എന്ന് പറയുമ്പം അത് f(-x) എന്നുള്ള സെൻസിലാണ് വരുന്നത്. അവിടെ നമുക്ക് വേർട്ടിക്കലി ആയിരിക്കും, y ആക്സിസിലായിരിക്കും റിഫ്ലക്ഷൻ വരിക. സോ ഈ ഒരു ഗ്രാഫിൻ്റെ തന്നെ y ആക്സിസിലുള്ള റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ നമുക്ക് കിട്ടും. സോ അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി explain how you can obtain the graph of y is equal to mod f(x) given the graph of y is equal to f(x). y equal to f(x)ൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ mod f(x)ൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് കാണാൻ കഴിയുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം സപ്പോസ് y equal to f(x) നമുക്ക് തന്നിട്ടുണ്ടെന്ന് കരുതാം. അപ്പം mod f(x) എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? mod f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് മോഡ് വാല്യൂസിനൊക്കെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അത് f(x) തന്നെയായിരിക്കും when f(x) greater than or equal to 0 and -f(x) ആയിരിക്കും when f(x) less than 0 എന്നുള്ള കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കേസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ആക്ച്വലി വരയ്ക്കാൻ കഴിയും. അപ്പം സപ്പോസ് f(x) എന്ന് പറഞ്ഞ ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ വരയ്ക്കാമെന്നല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഒരു ഗ്രാഫ് ഉണ്ട്, ഇങ്ങനെയാണ് എൻ്റെ ഗ്രാഫ് ഉള്ളത് എന്ന് കരുതുക. ഇതാണ് എൻ്റെ f(x)ൻ്റെ ഗ്രാഫ്. ഇനി കുറച്ച് നെഗറ്റീവ് ഭാഗം വന്നാലേ ഉള്ളൂ ഈ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താ ചേഞ്ച് വരിക എന്നുള്ളത് പറയാൻ പറ്റുക. അതുകൊണ്ടാണ് താഴേക്ക് ഇറക്കി വരച്ചത് കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനൊരു ഗ്രാഫ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടെന്ന് കരുതാം. ഇനി ഇതിൻ്റെ മോഡുലസ് f(x)ൻ്റെ ഗ്രാഫാണ് എനിക്ക് വരയ്ക്കാനുള്ളത്. അപ്പോൾ f(x) greater than 0, ഇതാണ് f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വാല്യൂ അല്ല. ആ ഫംഗ്ഷൻ വാല്യൂവിനെയാണ് നമ്മൾ ഈ പ്ലോട്ട് ചെയ്ത് വരച്ചിട്ടുള്ളത്. അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസാണ് ഇതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസാണ്. അതുകൊണ്ടാണ് അത് മേലേക്ക് നിൽക്കുന്നത്. ആൻഡ് ഈ വാല്യൂസ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് അത് എക്സ് ആക്സിസിന് താഴെ നിൽക്കുന്നത് അല്ലേ. അപ്പം f(x) പോസിറ്റീവ് ആവുന്ന കേസിൽ mod f(x)ൻ്റെ ഫംഗ്ഷൻ വാല്യൂ f(x) തന്നെയാണ്. അപ്പം ഇതിനൊരു ചേഞ്ചും വരില്ല mod f(x) വരയ്ക്കുമ്പോൾ എന്നർത്ഥം. പക്ഷേ f(x) ലെസ് ദാൻ 0 ആവുന്ന കേസിൽ, അതായത് ഈ താഴെ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, f(x) ലെസ് ദാൻ 0 ആയിട്ടുള്ള പോർഷൻ്റെ ഗ്രാഫാണ് ഈ വന്നിട്ടുള്ളത്. ഇതിൽ ചേഞ്ച് വരും, -f(x) ആയിട്ട് മാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു y equal to f(x)ൻ്റെ ഗ്രാഫ് നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ y equal to -f(x)ൻ്റെ ഗ്രാഫ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? എക്സ് ആക്സിസിലൂടെ റിഫ്ലക്ഷൻ എന്നുള്ള പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ മേലേക്ക് റിഫ്ലക്റ്റ് ചെയ്തതായിരിക്കും -f(x) വരിക. സോ നമ്മുടെ ഗ്രാഫ് ഇത്തരത്തിലാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, താഴത്തെ പോർഷൻ ഉണ്ടാവില്ല. അപ്പോൾ mod f(x) ആകുന്ന കേസിൽ എവിടെയാണോ എക്സ് ആക്സിസിന് താഴെ പോണത് അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് എക്സ് ആക്സിസിന് മേലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി. അത്രയും ഓർത്തിരിക്കാം. മെത്തേഡ് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് mod x-1ൻ്റെ ഗ്രാഫാണ് വരയ്ക്കാനല്ലേ. അപ്പോൾ mod x-1ൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് mod x-ൻ്റെ ഗ്രാഫ് വരയ്ക്കാം. mod x-ൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം, വി ഷേപ്പിലുള്ള ഗ്രാഫാണ് അല്ലേ. ഈ ഗ്രാഫ് mod x-ൻ്റെ ഗ്രാഫാണ്. mod x-ൻ്റെ ഗ്രാഫ്, അതായത് ഇപ്പം പോയിൻറ്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ mod x-ൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടും.
ഇനി mod x മൈനസ് വണ്ണിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. mod x മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫംഗ്ഷൻ mod x ആണ്, അതിനകത്തുനിന്ന് ഒരു വാല്യൂ സബ്ട്രാക്ട് ചെയ്തു, ഒരു കോൺസ്റ്റൻറ്റിനെ സബ്ട്രാക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ട്രാൻസ്ലേഷനാണ് വരിക. ഒരു 1 യൂണിറ്റ് അത് താഴേക്ക് ഇറങ്ങി നിൽക്കും അല്ലേ. അതായത് -1 എന്ന് പറഞ്ഞ പോയിന്റ് ബേസ് ആയിട്ട് വരുന്ന തരത്തിൽ നമുക്ക് ഈ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക എന്നുള്ളത് പറയാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാനാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താഴെ എക്സ് ആക്സിസിന് താഴേക്ക് വരുന്ന പോർഷൻ മാത്രം മേലേക്ക് റിഫ്ലക്റ്റ് ചെയ്താൽ മതി, നമുക്ക് mod xൻ്റെ ഗ്രാഫ് കിട്ടുന്നില്ലേ. അപ്പോൾ ഇവിടെ ഈ പോർഷനൊക്കെ എക്സ് ആക്സിസിന് മേലെയാണ് വരുന്നത്, അതിനൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഈ ഒരു പോർഷൻ താഴേക്ക് വരുന്നുണ്ട്, അതിന് നമുക്ക് മേലേക്ക് റിഫ്ലക്റ്റ് ചെയ്യണം. സോ ഇതിൻ്റെ എക്സ് ആക്സിസിലുള്ള റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, ആൻഡ് ഇതിൻ്റെ എന്ന് പറയുമ്പം ഇങ്ങനെ വരും. സോ നമ്മുടെ ഫൈനൽ ഗ്രാഫ് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഒരു W ഷേപ്പിലായിരിക്കും നമ്മുടെ ഫൈനൽ ഗ്രാഫ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പഠിച്ച പ്രോപ്പർട്ടീസൊക്കെ പതിയെ പതിയെ യൂസ് ചെയ്ത് ഇതിൻ്റെ ഫസ്റ്റ് ബേസ് ഫംഗ്ഷന് വരയ്ക്കുക, അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെയുള്ള വാല്യൂവിനെ പ്ലോട്ട് ചെയ്യുക. ഐ മീൻ -1 വന്നാൽ എന്താ ചേഞ്ച് വരിക നോക്കുക, എന്നിട്ട് മോഡുലസ് കൊടുക്കുക. അല്ലാണ്ട് ആദ്യം തന്നെ മൊത്തത്തിൽ വരയ്ക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതിപ്പം ഫസ്റ്റ് കേസ് ഞാൻ പറഞ്ഞ എക്സാമ്പിളാണ്. ഇവർ തിരിച്ചുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള പാരാബോള വെച്ചിട്ടാണ് പറഞ്ഞത്. ഇതിൽ ഈ പോർഷൻ രണ്ടുമാണ് താഴേക്ക് വരുന്നത്, അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് മേലേക്ക് വരച്ചു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് കിട്ടും എന്നുള്ളത് പറഞ്ഞതാണ്. ഞാൻ മേലോട്ടുള്ള പാരാബോളയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഈ പോർഷൻ റിഫ്ലക്റ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് മോഡുലസ് ഓഫ് mod x - 1 എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ബൈ ബൈ.